السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ബഹുമാന്യരും ആദരണീയരുമായ നമ്മുടെ ഇതിൻ്റെ ആമുഖ പ്രാർത്ഥന നിർവഹിച്ച നമുക്കൊക്കെ ഏറെ സുപരിചിതനും നമ്മുടെ ഈ പ്രദേശത്തെ ദീനി ചൈതന്യങ്ങളുടെ നായകത്വം വഹിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് ഉമർ അലി തങ്ങൾ ഇന്നത്തെ ഈ സംരംഭത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട മുസ്തഫ ബാക്കവി, നമ്മുടെ ഈ സദസ്യേറെ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ബഹുമാന്യരായ SKSF സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ അൻവർ മുഹയ്യദ്ദീൻ ഉദവി, വളരെ ആദരണീയരായ നമ്മുടെ സ്റ്റേജിലും സദസ്സിലുമൊക്കെയുള്ള നമ്മുടെ ഈ പള്ളി, ഇവിടുത്തെ മദ്രസ ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിനന്ദരായ ഉമറാക്കൾ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കൾ, നല്ലവരായ സഹോദരിമാരെ, നമ്മുടെ ഈ നഗരി നമ്മൾ ഒരുക്കിയിട്ടുള്ളത് മഹാനായ മർഹൂം സയ്യിദ് KPS തങ്ങൾ നമുക്കൊക്കെ ഏറെ പരിചയവും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ആത്മീയ നേതൃത്വവും വളരെ നിഷ്കളങ്കനും നിസ്വാർത്ഥനും വിനയാന്വിതനുമായി നമ്മുടെ കൂടെ ജീവിച്ച് നമ്മുടെ ഈ പ്രദേശത്തുകാരുടെ അടുത്ത പ്രദേശത്തുകാരുടെയൊക്കെ വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ പരിഹാര കേന്ദ്രമൊക്കെയായി നമുക്ക് നേതൃത്വം നൽകിയിരുന്ന മഹാനായ സയ്യിദ് KPS തങ്ങൾ, അല്ലാഹു തആല അവരുടെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അവര് ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അവരെയും നമ്മളെയും അല്ലാഹു തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നടന്നു വരുന്ന മഹത്തായ സലാത്തിൻ്റെയും മജ്ലിസുൻ നൂറിൻ്റെയും വാർഷിക പരിപാടിയിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ ഉൾപ്പെടെയുള്ള മുസ്ലിമീങ്ങൾ വളരെ വിപുലമായി ആചരിച്ചു വരുന്ന, സംഘടിപ്പിച്ചു വരുന്ന ഒരാത്മീയ മജ്ലിസാണ് മജ്ലിസുൻ നൂർ. അത് ചൊല്ലാൻ വേണ്ടി നമ്മളോട് പ്രത്യേകം നിർദ്ദേശിച്ച മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവറുകൾ നമ്മളോടൊക്കെ ചെല്ലാൻ നിർദ്ദേശിക്കുകയും
ഇന്ന് ഓരോ മഹല്ലുകളിലും മദ്രസകളും പള്ളികളും വീടുകളും സമസ്ത കേരള ജമഈയത്തുൽ ഉലമയുടെ വിവിധങ്ങളായ പോഷക സംഘടനകളൊക്കെ നേതൃത്വത്തിലായി മജ്‌ലിസുൻ നൂറിന്റെ വിപുലമായ മജ്‌ലിസുകളൊക്കെ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ഈ പ്രദേശത്ത് നടന്നു വരുന്ന മജ്‌ലിസുൻ നൂറിന്റെയും അതുപോലെ സ്വലാത്തിന്റെയും ഒക്കെ വാർഷിക മജ്‌ലിസിലാണ് നാം സംബന്ധിച്ചിട്ടുള്ളത്. വിശ്വാസികളായ നമ്മുടെ മാനസാന്തരങ്ങളിൽ സൃഷ്ടാവായ അല്ലാഹുവിനെ സംബന്ധിച്ചിട്ടുള്ള ബോധയം കൂടുതൽ സജീവമായി നിലനിർത്തുക എന്ന അതിശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു മജ്‌ലിസ് നമ്മുടെ മഹത്തുക്കളായ സാദാത്യങ്ങളും ആലിമീങ്ങളും ഒക്കെ ചൊല്ലാനും ചെയ്യാനും വേണ്ടി നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. കാലം അതിന്റെ അവസാനത്തിലേക്ക് അടുക്കും തോറും മനുഷ്യരുടെ കൽവിൽ നിന്ന്, വിശ്വാസികളുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം ഇങ്ങനെ അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അസ്തമിക്കുന്നിടത്ത് നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ വെളിച്ചത്തെ കൂടുതൽ പ്രാപിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമൊക്കെയുള്ള ഒരു വലിയ മരുന്നാണ് പരിശുദ്ധമായ ആത്മീയതയുടെ എല്ലാ മജ്‌ലിസുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അരികിൽ വലിയ പരിഗണിക്കപ്പെടുന്ന ആളുകൾ, ഔലിയാക്കളിൽ നിന്നാവട്ടെ മറ്റു മഹത്തുക്കളായ ആളുകളാവട്ടെ, അവരുടെയൊക്കെ സ്ഥാനങ്ങൾ വർദ്ധിക്കുവാനുള്ള പ്രധാനമായ കാരണം ഇത്തരത്തിലുള്ള ആത്മീയമായ സംഗമങ്ങളോട്, ആത്മീയമായിട്ടുള്ള സംവിധാനങ്ങളോട് അവർക്കൊക്കെ ഉണ്ടായിരുന്ന വലിയ അടുപ്പവും ബന്ധവുമാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നഷ്ടപ്പെടാതെ അവരൊക്കെ മുന്നോട്ട് പോകാനുള്ള കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മുടെയൊക്കെ വിശ്വാസങ്ങളിൽ വരെ നമുക്ക് ആശങ്ക വരികയാണ്. ലോകത്തെന്തെങ്കിലും വലിയ മഹാമാരികൾ വരുമ്പോൾ, അല്ലെങ്കിൽ വലിയ പ്രളയങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഭൂമി കുലുക്കങ്ങൾ പോലെയുള്ള സംഭവ വികാസങ്ങൾ നടമാടുമ്പോൾ അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മളിൽ പലപ്പോഴും ആശങ്കയോടുകൂടെ കാണുന്ന ആളുകളുണ്ട്. ഇത്ര വലിയമൊക്കെ രോഗം കൊടുത്ത് മനുഷ്യരെ പരീക്ഷിക്കുകയും അവരെ മരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തമ്പുരാൻ എന്തിനാണ്? അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ ഒരു ഭൂമി കുലുക്കമുണ്ടാക്കി വളരെ നിരപരാധികളായ ചെറിയ മക്കളെ പോലും ക്രൂരമായിട്ട് കൊല്ലുന്ന ഒരു സൃഷ്ടാവെന്തിനാണ് എന്ന ഒരു ചിന്തയെ നമ്മുടെ മനസ്സുകളിലേക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാഹചര്യം സംജാതമാകുന്നത് നമ്മുടെ വിശ്വാസത്തിലുള്ള ഈമാനിലുള്ള കുറവ് കൊണ്ടാണ്. ഈമാൻ ദൃഢനിശ്ചയമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും അവന്റെ വിശ്വാസത്തിൽ യാതൊരുവിധ വിള്ളലും ഉണ്ടാകുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കുന്ന ഒരാൾ 6 ഈമാൻ കാര്യങ്ങളെ കൊണ്ടും 5 ഇസ്ലാം കാര്യങ്ങളെ കൊണ്ടും പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. അയാളെ സംബന്ധിച്ചിടത്തോളം ഖൈറും ശർറുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് 100% വിശ്വസിക്കുന്നവരാണ് ഓരോ വിശ്വാസികളുമായിട്ടുള്ള ആളുകൾ. അങ്ങനെയാകുമ്പോൾ എല്ലാ ഖൈറുകളും ശർറുകളും അല്ലാഹുവിൽ നിന്നാണ് വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭൂമി കുലുക്കമുണ്ടായി, അല്ലെങ്കിൽ കോവിഡ് ഉണ്ടായി, അല്ലെങ്കിൽ മറ്റുള്ള മഹാമാരികൾ ഉണ്ടായി, യാതൊരുവിധ രോഗമില്ലാത്ത മനുഷ്യനിക്ക് പെട്ടെന്ന് രോഗം വന്ന് നല്ല നിസ്കരിക്കുന്ന മനുഷ്യൻ, 96 നോമ്പ് നോൽക്കുന്ന മനുഷ്യൻ, എല്ലാ രാത്രിയിലും നേരത്തെ തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, പടച്ചോനെ അയാൾക്കൊക്കെ എന്താ ഇങ്ങനെ വലിയ രോഗം വരാനുള്ള കാരണമെന്ന് പലപ്പോഴും നമ്മൾ ആലോചിച്ചു പോകാറുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം
അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം നമ്മുടെ കൽബിൽ നിന്ന് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയമാകുന്നവർ അമ്പിയാക്കന്മാരാണ്. ആ അമ്പിയാക്കന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും വലിയ പരീക്ഷണത്തിന് വിധേയനാകുന്നത് ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹുമായിട്ട് അവന്റെ അടിമകളിൽ, അവന്റെ സൃഷ്ടിജാലങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആള് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ അള്ളാഹുവിന്റെ പരീക്ഷണം ഏറ്റവും കൂടുതൽ ഉണ്ടായ ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പരീക്ഷണം ഉണ്ടാകാൻ അവിടെ ആരാധന മാനദണ്ഡമല്ല, അവിടെ അള്ളാഹുമായി ഏറ്റവും കൂടുതൽ അടുത്ത ആള് എന്ന മാനദണ്ഡം അവിടെ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും കൂടുതൽ അടുത്ത ആളാണ് എന്നതുകൊണ്ട് എന്റെ സ്വന്തം ആളല്ലേ, അതുകൊണ്ട് മൂപ്പർക്കൊരു രോഗം കൊടുക്കൂല എന്നുള്ളവനല്ല അല്ലാഹു തആല. അതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായമാണ്. പോലീസ് സ്റ്റേഷൻ അതിക്ക് പ്രശ്നമില്ല, അവിടുത്തെ SIന്റെ സ്വന്തം ആളാ. ഇനി ഇവിടുത്തെ MLA അതിന്റെ സ്വന്തം ആളാ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്റെ സ്വന്തം ആളാ, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് കരുതി എന്തും ചെയ്യുന്നത് പോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ നിന്ന് അവനോട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന, ആത്മീയമായ ബന്ധം പുലർത്തുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പരീക്ഷണങ്ങൾ നൽകുന്നതാണ്. നമ്മളറിയുന്ന ഒരുപാട് സൂഫിയാക്കൾ, സ്വാലിഹീങ്ങൾ വലിയ വലിയ രോഗങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഘട്ടം വരുമ്പോൾ എന്താണ് റബ്ബ് ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന ഒരു മാനസികമായ അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കാനുള്ള കാരണം നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്. അല്ലാഹുവിനെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അരികിൽ വെച്ച് പറയപ്പെടുമ്പോൾ വജിലത്ത് ഖുലൂബ്, അവന്റെ ഹൃദയങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വൈബ്രേഷൻ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അവന്റെ ഖൽബിൽ ഈമാൻ വർദ്ധിക്കുന്നതാണ്. മാത്രമല്ല വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവൻ എല്ലാ കാര്യങ്ങളെയും അല്ലാഹുവിലേക്ക് സമർപ്പണം ചെയ്യുന്നവനാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധി, കുടുംബപരമായിട്ടുള്ള പ്രതിസന്ധി, രോഗങ്ങളെ കൊണ്ടുള്ള പ്രതിസന്ധി, മറ്റു വലിയ വലിയ പരീക്ഷണങ്ങളും ചെറിയ പരീക്ഷണങ്ങളും വരുന്ന സമയത്ത് അവൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവനെല്ലാം അല്ലാഹുവിലേക്ക് തവക്കുൽ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നലെയും ഇന്നുമൊക്കെയായ പത്രത്തിൽ വായിച്ചു, 2-3 കുട്ടികൾ സൗദി അറേബ്യയിലെ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ആ പാവങ്ങളായ കുട്ടികൾ നിരപരാധികളല്ലേ, അവര് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായിട്ടുള്ള വിധി ആ കുട്ടികളെ അവിടെ നടന്നൊരു അപകടത്തിൽ വെച്ച് മരിപ്പിക്കാൻ അല്ലാഹുവിന്റെ ഒരു ഖദാ ആണ്. അതിൽ ഖൈറുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 2 കുട്ടികൾ ഒന്നിച്ചൊരു അപകടത്തിൽ മരിക്കുമ്പോൾ ആ മരിക്കുന്ന ഉമ്മയുടെ, ആ കുട്ടികളുടെ മാതാപിതാക്കളുടെ മനസ്സിലുള്ള വേദന എത്രയായിരിക്കും സഹോദരന്മാരെ, സഹോദരിമാരെ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഒരാളുടെ കുട്ടി മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ നാളെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻക്ക് ബൈത്തുൽ ഹംദ് എന്ന് പറയപ്പെടുന്ന ഒരു വീട് അവൻക്ക് വേണ്ടി പ്രത്യേകമായി നിർമ്മിച്ചു കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ക്ഷമകൾക്ക്, നമ്മൾ ക്ഷമിക്കുന്നതിന്, സഹിക്കുന്നതിന്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്ന് ധാരാളമായി നമുക്ക് പ്രതിഫലം കിട്ടുന്നു. ആ പ്രതിഫലം കിട്ടുന്ന രൂപത്തിലുള്ള ക്ഷമയുണ്ടാകണമെങ്കിൽ നമ്മുടെ ഖൽബിൽ വേണ്ടത് ഈമാനാണ്. അതാണ് മഹാനായ പാണക്കാട് മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ മജ്‌ലിസ് നൂർ തുടങ്ങുമ്പോൾ നമ്മളോട് ചൊല്ലാൻ പറയുമ്പോൾ മഹാനായ പാണക്കാട് അറ്റപ്പ് പ്രധാനമായും ഉദ്ദേശിച്ചത് നമ്മുടെ ഖൽബിലൊക്കെ ഈമാൻ ഇങ്ങനെ നിലനിൽക്കണം. ഏത് പ്രതിസന്ധികൾ വരുന്ന സമയത്തും ഏത് പ്രശ്നങ്ങൾ വരുന്ന സമയത്തും നമ്മുടെ വിശുദ്ധമായ ആശയത്തിൽ നിന്ന്, ആദർശത്തിൽ, നിലപാടിൽ, നയത്തിൽ നിന്ന് ഒരിഞ്ച് പോലും വ്യതിചലിക്കാതെ അല്ലാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധമായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഖൽബ് നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഈമാൻ ഇവിടെ നിലനിൽക്കാനാണ് പ്രധാനമായ ആവശ്യം. ആ ഈമാൻ ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ മഹാന്മാരായ ബദരീങ്ങളെ മുന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. മഹാന്മാരായ ഔലിയാക്കന്മാരെ മുന്നിട്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ മഹത്തുക്കളായ ആരിഫീങ്ങളെ മുന്നിട്ട് നമ്മൾ ദുആ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ദുആ ചെയ്യാനുള്ള ഒരു അവസരം, അതൊക്കെ ഇസ്ലാമികമാണ് നമ്മളെ പഠിപ്പിക്കാൻ. ഇവിടെ ഒരു നേതൃത്വം നമുക്കുണ്ടായി. ആ നേതൃത്വത്തിന്റെ പേരാണ് നമുക്ക് പരിചയമുള്ള പേര്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ അൽഹംദുലില്ലാഹ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ ചൊല്ലാൻ നമ്മളോട് നിർദ്ദേശിച്ചത് ബഹുമാനപ്പെട്ട ആറ്റപ്പൂ ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ വിശുദ്ധമായ ആദർശത്തിന്റെ ഭാഗമാകുന്നത് കൊണ്ടാണ്. നമ്മളെ പോലെയുള്ള വിശ്വാസികളായ ആളുകൾ അതൊക്കെ നിർവഹിക്കുമെന്ന ഉത്തമ ബോധ്യം മഹാനായ തങ്ങളവർക്കുള്ളത് കൊണ്ടാണ്. തങ്ങളുൾപ്പെടെയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാര് നേതൃത്വം നൽകി 100 വർഷം പൂർത്തിയാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനം ഇങ്ങനെയുള്ള ആത്മീയമായ ഔന്നത്യത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിരന്തരമായി നമ്മളോട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ വിദഗ്ധക്കാരെന്ത് ചെയ്യുന്നത്? ഒന്നും വേണ്ട. മജ്‌ലിസ് നൂറില്ല, മൗലൂദില്ല, ഖുനൂത്തില്ല, നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥനയില്ല. ഉമ്മയും ബാപ്പയും ബന്ധപ്പെട്ടവരും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഖുർആൻ ഓതില്ല. അവസാനമായിട്ട് അവരുടെ നമ്മുടെ വീട്ടുമുറ്റത്ത് വെച്ച് നമ്മുടെ ഉമ്മന്റെ, ബാപ്പയുടെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, മകന്റെ, മകളുടെ ബന്ധപ്പെട്ടവരുടെ മയ്യത്തെടുക്കുന്ന സമയത്ത് ഒന്ന് ദുആ ചെയ്ത്, പടച്ചോനെ എന്റെ ഉമ്മാന്റെ മയ്യത്താണ് എന്റെ വീട്ടിൽ നിന്ന് എടുക്കുന്നത്, എന്റെ ഉമ്മ പോവാണ്, എന്റെ വാപ്പ പോവുകയാണ്, അല്ലാഹുവേ എന്റെ ഉപ്പക്ക് ഉമ്മക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടമായ പ്രാർത്ഥന നടത്താൻ അവർ പ്രേരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ചെയ്യുന്ന ഈ മജ്‌ലിസ് നൂറൊക്കെ ചെല്ലുന്ന, റാത്തീബ് നടത്തുന്ന, ഖുത്ബിയത്ത് നടത്തുന്ന, മൗലിദ് നടത്തുന്ന, നബിദിനം ആഘോഷിക്കുന്ന നമ്മളൊക്കെ ശിർക്കിന്റെ ആളുകൾ, നമ്മളൊക്കെ കുഫറിന്റെ ആളുകൾ എന്നാണ് നമ്മളെ പറ്റി അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയ കഥയല്ല. ഈ കഴിഞ്ഞ 4-5 ദിവസം മുമ്പ്, ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ മലപ്പുറം ജില്ലയിലെ എടക്കര എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഒരു മുജാഹിദിന്റെ സമുന്നതനായ നേതാവ് നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ആ പ്രഭാഷണത്തിൽ പറഞ്ഞത് മക്കയിലുള്ള മുശ്രിക്കീങ്ങളായ ആളുകളെക്കാൾ ഏറ്റവും വലിയ ശിർക്ക് ചെയ്യുന്നവർ, അദ്ദേഹം പറയാണ്, അവരെക്കാളും 1000 മടങ്ങ് ശിർക്ക് ചെയ്യുന്നവർ ഇവിടത്തെ സമസ്തക്കാരാണെന്ന് ഈ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് എടക്കരയിൽ വെച്ച് ഒരു മുജാഹിദിന്റെ സമുന്നതമായ നേതാവ് പ്രസംഗം നമ്മൾ കേട്ടതാണ്. നമ്മുടെ ഈ സദസ്സിൽ ഏറെ പ്രതീക്ഷിക്കുന്ന അഭിമന്യനായ SKSF-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരളത്തിന്റെ അകത്തും പുറത്തും പ്രഭാഷണ വേദികളിലെ നിറസാന്നിധ്യവും നമ്മുടെയൊക്കെ പ്രതീക്ഷയുമായ ബഹുമാനപ്പെട്ട അൻവർ മുഹിയുദ്ദീൻ ഉദവി നമ്മുടെ വേദിയിലെത്തി. അല്ലാഹു ദീനിന്റെ ഖിദ്മത്തിൽ അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ കർമ്മങ്ങളൊക്കെ ഇവിടെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും അത് ചെയ്താൽ ശിർക്കാകുകയില്ല എന്ന് പറഞ്ഞ് മജ്‌ലിസ് നൂർ ചൊല്ലിക്കോളിയും, നിങ്ങൾ നബിദിനം ആഘോഷിച്ചോളിയും, നിങ്ങളുടെ ഉമ്മയും ബാപ്പയും ഒക്കെ മരിച്ചാൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ ഓതിക്കോ, അവരെ 7 നടത്തിക്കോ, 40 നടത്തിക്കോ, ആണ്ട് നടത്തിക്കോ, അവരുടെ അവരെ മരിച്ചു കിടക്കുന്ന ഖബറിന്റെ അരികിൽ വെച്ച് തുടർച്ചയായി നിങ്ങൾക്ക് എത്ര ദിവസം ഖുർആൻ ഓതാൻ പറ്റുമോ അത് മുഴുവനും ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഇവിടെ സമസ്ത എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സമസ്തയോട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്നവരാകുന്നത്.
ആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഇവിടെ നിർവഹിക്കുന്നത് ഇതൊക്കെ വേണ്ട എന്ന് പറയുന്ന ഒരു പറ്റം പ്രസ്ഥാന രംഗത്തുള്ള ചില ആളുകളിൽ നിന്ന് അവരുടെ വൈരുദ്ധ്യമായിട്ടുള്ള ആദർശത്തിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുക എന്ന ഉത്തമമായിട്ടുള്ള ദൗത്യം നിർവഹിക്കാനാണ് ഇവിടെ സമസ്ത പ്രവർത്തനം. നിങ്ങൾ നോക്കൂ, ഇപ്പൊ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞു, റബീഉൽ അവ്വൽ കഴിഞ്ഞു, ഓരോ മാസങ്ങളും കഴിയുന്നു. നമ്മളൊക്കെ റബീഉൽ അവ്വൽ വന്നപ്പോൾ ഒരുപാട് നബിദിനാഘോഷ പരിപാടി നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ റബീഉൽ ആഖിർ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളെ അനുസ്മരിക്കുന്ന പരിപാടി നടത്തി. എല്ലാ മാസവും നമ്മുടെ മദ്രസയിലൊക്കെ വെച്ച് മജ്‌ലിസ് നൂർ ചൊല്ലുന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആത്മീയത ഉണ്ടാകുമ്പോൾ ഈമാൻ പരിവർത്തിപ്പിക്കുവാനുള്ള വലിയ മരുന്നുകളാണ്. ഈ മരുന്നുകളൊന്നും കൊടുക്കണ്ട എന്നാണ് ഇവിടത്തെ ബിദ്അത്തുകാർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊക്കെ ചെയ്യും നമ്മളൊക്കെ കുഫ്രിയത്തിന്റെ ആളുകൾ, നമ്മളൊക്കെ ശിർക്കിന്റെ ആളുകൾ. ഈ ഒരു അവസ്ഥയിലേക്ക് പുതിയ തലമുറയെ, പുതിയ സമൂഹത്തിനെ കൊണ്ടുവരികയാണ്. പിന്നെ അവർ ബിദ്അത്ത് മൂത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിന്നീട് നമ്മൾ എത്തുന്നത് മതനിരാസത്തിലേക്കും നിരീശ്വരവാദങ്ങളിലേക്കും യുക്തിവാദ ചിന്തകളിലേക്കും ഒക്കെ പോയി. നേരത്തെ പടച്ചോനെ മാത്രം വിളിച്ചാൽ മതി എന്ന് ആദ്യം പറയും, പിന്നെ പറയും പടച്ചോനില്ല എന്ന് പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. ഏകനായ റബ്ബിനുള്ള അചഞ്ചലമായ വിശ്വാസം നിലനിർത്തി ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള വിശ്വാസം നിലനിർത്തി മഹാന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ നിലനിർത്തി ബദരീങ്ങൾ ഉൾപ്പെടെയുള്ള ശുഹദാക്കന്മാരോടൊക്കെയുള്ള ആദരവുകളൊക്കെ നിലനിർത്തി ജീവിച്ച് നമ്മുടെ അവസാനം നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് അതിനുള്ള ഭാഗ്യം നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ഇതൊക്കെ ഒരു ഭാഗത്ത് ഇതിനൊക്കെ എതിർക്കുമ്പോഴും ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്താൻ ഒരു പ്രസ്ഥാനം ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് രക്ഷയാണ്. നമ്മുടെ 3.5 വയസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാൻ അൽബിർ സംവിധാനങ്ങൾ, അത് കഴിഞ്ഞ് 4 വയസ്സുള്ള 5 വയസ്സുള്ള കുട്ടികൾക്ക് പഠിക്കാൻ മദ്രസ സംവിധാനങ്ങൾ, ദർസുകൾ, അറബിക് കോളേജുകൾ, ഇസ്ലാമികമായ ധാരാളം സംവിധാനങ്ങൾ. ഈ 100 വർഷത്തിന്റെ ഇടയ്ക്ക് സമസ്ത എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം നമ്മുടെ നാട്ടിലൊക്കെ വളരെ വിപുലമായി ഉണ്ടാക്കി. അതിന്റെ ഒരു സുഖവും സൗകര്യമാണ് ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽമയുടെ ഐതിഹാസികമായ അന്താരാഷ്ട്ര 100ാം വാർഷിക മഹാസമ്മേളനം അത് വിജയിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം അതിനാവശ്യമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുക. അതോടൊപ്പം നമ്മളിൽ നിന്ന് സാധ്യമാകുന്ന ആളുകൾ മുഴുവനും, സാധ്യമാകുന്നത് ഞാൻ പറയാം, രോഗികളായി കിടക്കുന്ന ആളുകൾ ഉണ്ടാവും. കാസർഗോഡൊക്കെ ആയതുകൊണ്ട് ദൂരക്ക് യാത്ര ചെയ്യാൻ തീരെ കഴിയാത്ത ആളുകളുണ്ടാകും. വീട്ടിൽ നിന്ന് മഹല്ല് പള്ളിയിലേക്ക് വരെ ജുമാക്ക് പോകാൻ കഴിയാത്ത ആൾ, അവരോടൊപ്പം സമ്മേളനത്തിൽ വരാൻ പറയാൻ നടക്കൂലല്ലോ. അതുകൊണ്ട് സാധ്യമാകുന്ന, ആരോഗ്യപരമായി സാധ്യമാകുന്ന മുഴുവൻ ആണുങ്ങളായ സഹോദരങ്ങളുടെയൊക്കെ സജീവമായ സാന്നിധ്യം നമ്മുടെ 4 ദിവസം 5 ദിവസമായി നടക്കുന്ന സമസ്തയുടെ സമ്മേളന പരിപാടി ഉണ്ടാകണം. പ്രത്യേകിച്ചും ഫെബ്രുവരി 8-ാം തീയതി അതിന്റെ സമാപന സമ്മേളനം നടക്കുമ്പോൾ ആ മഹാസംഗമത്തിൽ നമ്മൾ ഈ പറയുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ 10 വർഷം മുമ്പ് ആലപ്പുഴയിൽ നടന്ന സമസ്തയുടെ 90ാം വാർഷിക സമ്മേളന നഗരിയിൽ വെച്ച് ഒരു ചരിത്രപരമായ പ്രഖ്യാപനം ഇതാ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സദസ്സ് വളരെ ആവേശത്തോടുകൂടെ എഴുന്നേറ്റു. എന്താണ് ആറ്റപ്പ് പ്രഖ്യാപിക്കാൻ പോകുന്നത്? എല്ലാവരും പ്രതീക്ഷയോടുകൂടെ നിന്നു. ആ കുറിയ മനുഷ്യൻ, എന്നാൽ ആത്മീയത കൊണ്ട് വലിയ മനുഷ്യൻ, മുസ്ലിം കേരളം അങ്ങേയറ്റം അംഗീകരിച്ചിരുന്ന, ആദരിച്ചിരുന്ന മഹാനായ ആറ്റപ്പൂ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ നവ്വറല്ലാഹു മർക്കദ മഹാനവ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, 2026 സമസ്ത കേരള ജംഇയ്യത്തുൽമ അതിന്റെ 100ാം വാർഷിക മഹാസമ്മേളനം ആഘോഷിക്കുന്നതാണ്. അന്ന് നമ്മൾ തക്ബീറുകൾ ചൊല്ലി ഏറ്റെടുത്ത ദൗത്യമാണ്. ഈ 10 വർഷത്തിലെ ധാരാളം ആലിമീങ്ങൾ, നേതൃത്വം നൽകിയ സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ അത് പ്രഖ്യാപിച്ച ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അന്ന് സമസ്തയുടെ അമരത്തിരുന്ന ചെറുശ്ശേരി ഉസ്താദ്, മഹാനായ കുമരംപുത്തൂർ ഉസ്താദ്, കോട്ടുമല ബാപ്പ മുസ്ലിയാർ, കാളമ്പാടി ഉസ്താദ് തുടങ്ങിയിട്ടുള്ള എല്ലാ മഹാന്മാരും നമ്മളോട് വിട പറഞ്ഞു പോയി. നമ്മൾ ഇൻഷാ അല്ലാഹ് സമ്മേളനം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സ്ത്രീകൾക്ക് ഏതാനും 8-ാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ വരാൻ കഴിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മുടെ മക്കളെയൊക്കെ അതിലേക്ക് പറഞ്ഞേക്കണം.
ഇവിടെ നാട്ടിൽ നിന്ന് മക്കളൊക്കെ പോകുമ്പോൾ അവർക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. എന്നാൽ അവിടെ നിങ്ങൾക്ക് പേക്കോടി ബസ്സിന് പൈസ ഇല്ല, പ്രശ്നം ഞങ്ങൾ തരാം എന്ന് ഉമ്മാര് പറഞ്ഞ് പിന്തുണ കൊടുക്കണം ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം സ്ത്രീകൾക്ക് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഒരു അവസരമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഈ ജനുവരി 31-ാം തീയതിയും ഫെബ്രുവരി 1-ാം തീയതിയും അവിടെ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു പരിപാടി, ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല സുഖമാണ്. കാസർഗോട്ടേക്കല്ലേ, ഇവിടെ നിന്ന് ചെറിയ ബസ്സൊക്കെ ഒപ്പിച്ച് അല്ലെങ്കിൽ ട്രാവലർക്ക് ഒപ്പിച്ച് ബഹുമാനപ്പെട്ട നിങ്ങൾ കുഞ്ഞുട്ടി എന്ന് വിളിക്കുന്ന ബഹുമാനപ്പെട്ട ഉമറിൽ തങ്ങളോടൊക്കെ വിഷയം പറഞ്ഞ് ഇൻഷാ ഞങ്ങളൊക്കെ പോകുന്നുണ്ട്, ഞങ്ങൾക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സ്ത്രീകൾ തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർവഹിച്ച് ഇവിടുന്ന് രാവിലെ പുറപ്പെടാം. മമ്പുറം സിയാർത്ത് ചെയ്യാം, അപ്പുറത്ത് കോഴിക്കോട് വരക്കൽ മക്കാം സിയാർത്ത് ചെയ്ത് അങ്ങനെ പോകുന്ന വഴിയിൽ പാറപ്പള്ളി, അങ്ങനെ പോയി പിന്നെ കണ്ണൂരിലെ, അങ്ങനെ പോയി പിന്നെ കാസർഗോഡ് മാലിക് ദീനാനൊക്കെ സിയാർത്ത് ചെയ്ത് അവസാനം നമ്മൾ കാസർഗോഡ് കുനിയയിൽ വന്ന് എക്സിബിഷനൊക്കെ കണ്ട് സമ്മേളനം നടക്കാൻ പോകുന്ന നഗരിയൊക്കെ ഒന്ന് കണ്ട് ചുറ്റി ഇങ്ങനെ ഇൻഷാ അല്ലാഹ് പോരുക. മക്കളോട് പറഞ്ഞ് ഞങ്ങളോട് പോയി എന്ന് കണ്ട് ഭയങ്കര സംഭവമാണ്, ഭയങ്കര പരിപാടി നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളൊക്കെ പോകണം. കുറച്ച് കാലം കഴിഞ്ഞാൽ സംസ്ഥയുടെ 110-ാം സമ്മേളനം അല്ലെങ്കിൽ 125-ാം വാർഷികം നടക്കുമ്പോൾ കുട്ടികൾ പറയും അന്ന് 100-ാം വാർഷിക സമ്മേളനം നടക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മനെ കൂട്ടിയിട്ട് അവിടുത്തെ നഗരി കാണാനും എക്സിബിഷൻ കാണാനൊക്കെ കൊണ്ടുപോയിരുന്നു എന്ന് നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാഹ് കുറച്ച് കാലം കഴിയുമ്പോൾ സന്തോഷത്തോടു കൂടെ അയവിറക്കും, അവർ സ്മരിക്കും. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇൻഷാ അല്ലാഹ് സ്ത്രീകൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അനുവദനീയമായ ആളുകളോട് കൂടെ നമ്മൾ യാത്ര ചെയ്യണം. നമ്മുടെ ആങ്ങളാര്, നമ്മുടെ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകൾ കൂടി അവരിൽ നിന്നൊക്കെ എല്ലാവർക്കും കൂടി ഒരു ഇസ്ലാമികമായ യാത്ര ചെയ്യാൻ അനുവദിക്കപ്പെട്ട രീതി ഉണ്ടല്ലോ. ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് അച്ചടക്കത്തിൽ നമ്മൾ പോയാൽ സിയാറത്ത് നടക്കും, എക്സിബിഷൻ കാണാം, സമ്മേളനം നടക്കാൻ പോകും, നഗരി കാണാം. ഒക്കെ നമ്മുടെ ജീവിതം വലിയ അനുഭവമല്ല. കാരണം ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചത് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന എന്തെങ്കിലും ഒരു പരിപാടിയിൽ നമ്മളൊക്കെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുകൂടെ സാന്ദർഭികമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ മഹത്തായ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച് സഹായിച്ച പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട നമ്മൾ ഈ നഗരി ഒരുക്കിയിട്ടുള്ള KPS തങ്ങളുടെ ബർസഖിയായിട്ടുള്ള സന്തോഷത്തിലാക്കട്ടെ. അവരെ ഖബറിലേക്ക് അതിന്റെ ഗുണങ്ങൾക്ക് എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഈ പ്രദേശത്ത് ഒരുപാട് ദീനി കാര്യങ്ങൾ നേതൃത്വം ധാരാളം ആളുകൾ നമ്മൾ വിട പറഞ്ഞു പോയവരാണ്. എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സദസ്സിന് ആവശ്യമായ പ്രൗഢഗംഭീരമായ പ്രഭാഷണം നിർവഹിക്കാൻ അഭിനന്ദ സുഹൃത്തു കൂടിയായ അൻവർ മുഹദ്ദീൻ ഉദവി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം മനോഹരമായി പ്രസംഗിക്കും. അല്ലാഹു തആലയുടെ പ്രഭാഷണത്തിൽ ഇൽമിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.